നമസ്കാരം. എന്ത് നിയമത്തിന്റെ പേരിലായാലും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലണോ? സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ പേർ ഫോർവേഡ് ചെയ്ത് തന്ന ഒരു ന്യൂസാണ് കബട്ടാഷ് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തുറമുഖത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ഭീഷണി. ആദ്യം അതൊരു വാർത്തയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അതിനകത്ത് വലിയ സബ്സ്റ്റൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണങ്ങൾ പലതാണ്. പക്ഷേ ഒരുപാട് പേർ ഇങ്ങനെ അയച്ചു തന്നപ്പോൾ എല്ലാവരും ആശങ്കാകുലരാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച് കുറച്ച് വിശദീകരണം നൽകണമെന്ന് തോന്നുന്നത്. ആദ്യമേ തന്നെ എന്താണ് ഈ കബട്ടാഷ് നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. കബട്ടാഷ് ലോ ഇൻ ഇന്ത്യ ഗവേൺഡ് ബൈ ദി മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 restricts foreign flagged vessels from transporting goods or passengers between Indian ports. നമ്മുടെ തുറമുഖത്ത് നിന്ന് കൊച്ചി, മംഗലാപുരം, മുംബൈ, മുണ്ട്ര തുടങ്ങിയ പോർട്ടുകളിലോട്ട് ഫോറിൻ ഫ്ലാഗ്ഡ് വെസൽസിന് പോകാൻ ഈ നിയമം അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏത് കപ്പലുകൾക്ക് വേണമെങ്കിലും നമ്മുടെ തുറമുഖത്ത് വരാം. പക്ഷെ ഇവിടെ വന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് ട്രാൻസ്ഷിപ്പ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ പോർട്ടുകളിലോട്ട് വീണ്ടും പോകുന്ന കപ്പലുകൾ ഏതായിരിക്കണം? ഇന്ത്യൻ ഫ്ലാഗ്ഡ് കപ്പലുകളായിരിക്കണം. നല്ല നിയമമാണ്. നിയമമൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇന്ത്യയിലെ കപ്പൽ ഉടമകളെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നിയമമാണ് ഈ കബട്ടാഷ്. എന്ന് പറഞ്ഞാൽ ചില സംവരണം ആവശ്യമുണ്ട്. വൻകിട കുത്തക കമ്പനികളുമായിട്ടൊക്കെ മത്സരിച്ച് വളരണമെങ്കിൽ ചെറിയ സംരക്ഷണം കൊടുത്തേ പറ്റുകയുള്ളൂ. അത് കൊടുക്കേണ്ടത് ആവശ്യവും തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു നിയമമാണ് ഈ കബട്ടാഷ് എന്ന് പറയുന്ന നിയമത്തിനകത്ത് വരുന്നത്. അപ്പൊ എന്ത് പറ്റും? MSC കൊണ്ടുവരുന്ന ചരക്ക് MSCയുടെ തന്നെ ഫീഡർ വെസലിൽ ഇനി മുതൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നാലുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് 2-3 വർഷം മുമ്പ് ഏർപ്പെടുത്തിയ കുറച്ച് നിയമങ്ങൾ എടുത്തു മാറ്റി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിന് കബട്ടാഷിലുള്ള ഇളവ് പിൻവലിക്കപ്പെടാം. പിൻവലിക്കപ്പെട്ടാൽ MSC വേറെ പോർട്ട്, വിഴിഞ്ഞത്തെ ഉപേക്ഷിച്ച് വേറെ പോർട്ടിലോട്ട് പോകും എന്നുള്ളതാണ് ആ വാർത്തയിൽ വന്ന രത്നച്ചുരുക്കം. ആ നിയമം ഇത് പറയുന്നുണ്ട്: ഓൺലി ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ് ക്യാൻ എൻഗേജ് ഇൻ ഡൊമസ്റ്റിക് കാർഗോ ട്രാൻസ്പോർട്ട്, പ്രൊട്ടക്ടിംഗ് ഇന്ത്യസ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി ആൻഡ് എൻഷുറിംഗ് നാഷണൽ സെക്യൂരിറ്റി. ഇത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് MSCക്ക്. വേണ്ടി വന്നാൽ MSCയുടെ കുറെ ഫീഡർ വെസലുകളെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാം, ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസലാക്കി മാറ്റുക. പ്രശ്നം തീർന്നു. ഈ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ MSCക്ക് ഈ ജോലികൾ തുടരാം. എന്താണ് കണ്ടീഷൻ? ഓൺലി ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ്. ഇന്ത്യൻ ഉടമകളുടെ വെസൽ എന്നല്ല, ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ്. ഏത് വിദേശ രാജ്യത്തെ കമ്പനികൾക്കും ഇവിടെ വന്ന്, ഇപ്പൊ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ CMA CGM നമ്മുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ പോയതിനെ തുടർന്ന് ഇവിടെ വന്ന് അവരുടെ കപ്പലുകൾ ഇന്ത്യൻ ഫ്ലാഗ് ആക്കിയിട്ടുണ്ട്. മേഴ്സ്കും 1-2 കപ്പലുകളാക്കിയെന്നാണ് വിവരം. MSCക്കും ഇവിടെ ഓടുന്ന കപ്പലുകളെ ഇന്ത്യൻ ഫ്ലാഗിലോട്ട് മാറ്റിയാൽ ഈ പ്രശ്നം ഒറ്റയടിക്ക് പരിഹരിക്കാം. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിന്റെ നാൾ വഴികളിലോട്ട് നമ്മൾ പോകണം. എന്താണ് നമ്മുടെ തുറമുഖത്തിനുള്ള പ്രത്യേക പരിരക്ഷ എന്നറിയണമെങ്കിൽ ഒരല്പം ചരിത്രം. 8-5-15 2015 വർഷത്തിന്റെ പ്രാധാന്യം അറിയാമല്ലോ. കരാർ ഒപ്പിടുന്ന വർഷം. അതിൽ 8-ാം മാസം, 5-ാം മാസം, മെയ് മാസത്തിൽ, 8-ാം മാസത്തിലാണ് കരാർ ഒപ്പിടുന്നത്. ഇത് 5-ാം മാസം, മെയ് മാസം കബട്ടാഷ് നിയമത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന കേന്ദ്ര ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദാനി പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചത്. അപ്പൊ ഒരു വ്യവസ്ഥയുണ്ട്. കബട്ടാഷ് നിയമത്തിൽ ഇളവ് കൊടുക്കും എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദാനി ഈ പ്രോജക്റ്റിൽ താല്പര്യം കാണിച്ചത്. അപ്പൊ ആ ഉറപ്പ് ഇനിയും പാലിക്കണ്ടേ? കബട്ടാഷ് നിയമത്തിൽ ഇളവ് നൽകാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതാണ് അദാനി ഗ്രൂപ്പിനെ പദ്ധതിയിലേക്ക് ആകർഷിച്ചത്.
25/4/2015 ഏപ്രിൽ മാസം. മറ്റേ മെയ് മാസമാണെങ്കിൽ ഇത് ഏപ്രിൽ മാസം. ഇനി വിഴിഞ്ഞത്തിന് കബട്ടാഷ് ഇളവ് നൽകുന്ന കാര്യത്തിൽ അനുകൂല ശുപാർശ പ്രധാനമന്ത്രിക്ക് നൽകാമെന്ന് കപ്പൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരുന്നു. ടെൻഡർ തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് നേടിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. 13/3/2015 മാർച്ച് മാസം. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ് ഇതൊരു നാൾ വഴി പോലെ ആർക്കൈവ്സിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പിന്റെ പുറത്ത് അദാനി ഗ്രൂപ്പ് ഈ പദ്ധതിയിൽ താല്പര്യം കാണിച്ചു വന്നതിന്റെ ഒടുവിൽ 5/12/15 എന്ന് പറയുന്ന തീയതി അറിയാമല്ലോ, കല്ലിട്ട് നിർമ്മാണം തുടങ്ങുന്ന തീയതി. അന്ന് അഡ്രസിംഗ് ദ ഗാദറിംഗ് ആഫ്റ്റർ ദ സെറിമോണിയൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫോർ ദ ₹7,525 crore ഫസ്റ്റ് ഫേസ് ഓഫ് ദി മൾട്ടിപർപ്പസ് പോർട്ട് ഹിയർ, ഗഡ്കരി സെഡ്. അന്നത്തെ കപ്പൽ ഗതാഗത മന്ത്രിയാണ്. ഇഫക്റ്റീവ് ടുഡേ 5/12/2015 we have decided to exempt the Vizhinjam port from the controversial cabotage law. ക്യാബിനറ്റ് തീരുമാനിച്ചു വിഴിഞ്ഞത്തിന് ഇളവ് നൽകാൻ. 2015 ഡിസംബർ മാസം 5-ാം തീയതിയാണ് ശ്രീ ഗഡ്കരി ഈ വിവരം പറഞ്ഞത്. An order to this effect will be issued in a fortnight. 2 ആഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങും. അപ്പോ this is the first major port project getting such an exemption even before the work on it has begun. പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നിയമത്തിൽ ഇളവ് നൽകുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതി, വളർച്ച, കപ്പൽ മേഖലയിൽ, പോർട്ട് മേഖലയിൽ രാജ്യം മുന്നോട്ട് വളരണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ കണ്ണടച്ച ആരെങ്കിലും ഇട്ട ഉത്തരവല്ല. ഒരുപാട് ചർച്ചകളും നെഗോസിയേഷനും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെയായിട്ട് ഇക്കാര്യത്തിൽ നടന്നതിന്റെ നാൾ വഴിയാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. അപ്പൊ ഇങ്ങനെ കടന്നു വന്ന ഓടിളക്കി ഇവിടെ ആരെങ്കിലും ഇറങ്ങി വന്ന് പോർട്ട് പണിയുന്നതല്ല. ഈ പോർട്ട് പണിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉറപ്പ് ഗവൺമെന്റ് നൽകിയാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് കരാർ ഒപ്പിടുന്നതിന് മുമ്പും കരാർ ഒപ്പിട്ട് കഴിഞ്ഞും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്നിടത്ത് പ്രവർത്തനം തുടങ്ങി 2 വർഷം ആകുന്നതിന് മുമ്പ് ഇതിൽ ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ആദ്യം പറഞ്ഞത് ഇങ്ങനെ തയ്യാറായാൽ പോയാലും MSCക്ക് അത് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. പക്ഷെ അതല്ല വിഷയം. ഇവിടെ ഒരു നിക്ഷേപകനെ ആശ്രയിക്കുന്ന ഒരു വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഗേറ്റ് പോസ്റ്റ് മാറ്റുന്നത് പിന്നെ ഏതെങ്കിലും നിക്ഷേപകരെ ഈ രാജ്യത്ത് വിശ്വസിച്ചു വരാൻ പ്രേരിപ്പിക്കും. അപ്പൊ ഇവിടെ കേന്ദ്ര സർക്കാരിനോടാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ പത്രത്തിൽ വന്ന ലേഖകന്റെ ഒരു വിശകലനത്തെയല്ല. കേന്ദ്ര സർക്കാർ അങ്ങനെ എടുത്ത ഒരു തീരുമാനത്തെ അവർ തന്നെ 2 കൊല്ലം ആകുന്നതിന് മുമ്പ് മാറ്റിയാൽ ഈ സർക്കാരിനെ വിശ്വസിച്ച് ഏതെങ്കിലും നിക്ഷേപകർ ഈ നാട്ടിൽ വരുമോ? അതുകൊണ്ട് കബട്ടാഷ് നിയമം എന്ന് പറയുന്നത് ഈ പറയുന്ന തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് കുറെ കാലത്തേക്കെങ്കിലും, എല്ലാ കാലവും വേണമെന്ന് പറയുന്നില്ല, കുറെ കാലത്തേക്കെങ്കിലും ഈ ഒരു സംരക്ഷണം നിക്ഷേപകർക്ക് നൽകിയേ പറ്റൂ. ആ അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായം, ഈ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ട്രിവാൻഡ്രം തുറമുഖത്ത് വരുന്ന കമ്പനികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കണക്ക് ഇപ്പൊ തന്നെ 500ാമത്തെ കപ്പൽ മിക്കവാറും ഈ പ്രസന്റേഷൻ എടുക്കുമ്പോൾ പ്രവേശിച്ചിട്ടുണ്ടാകും. ഈ സാമ്പത്തിക വർഷത്തിലെ 500ാമത്തെ കപ്പൽ. നമ്മുടെ തൊട്ടടുത്ത കമ്പയർ ചെയ്യുന്ന കൊളംബോയിലെ പോർട്ടുണ്ടല്ലോ, അതിന്റെ കണക്കും സെയിലിംഗ് കമ്പനി കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് MSC എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 കമ്പനി അവരെ അപ്രീതിപ്പെടുത്തുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളാണ് MSC. തുരുതുരായാണ് അവർ കപ്പലുകൾ വിടുന്നത്. 62 കപ്പലാണ് കഴിഞ്ഞ മാസം ഇവിടെ വന്നത്. 64 കപ്പലുകൾ, പക്ഷേ കയറ്റിറക്ക് നടത്തിപ്പോയ ഇനത്തിൽ 62 കപ്പലുകൾ. ഇനി ജെയ്റ്റ് സർവീസ്
കപ്പലിതേ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മളല്ല പറഞ്ഞത്, നമ്മളെ ആക്ഷേപിക്കുന്നവർ പറഞ്ഞു ദേ ജെയ്റ്റ് സർവീസ് നടത്തി എല്ലാം ഇനി വിഴിഞ്ഞം പൂട്ടിക്കെട്ടും. ജെയ്റ്റ് സർവീസിന്റെ MSC ലൊറേറ്റോ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ലോകത്തിലെ എണ്ണപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി നമ്മുടെ തുറമുഖം മാറാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുള്ളതുപോലെ തന്നെ അത് മാറ്റാൻ കഴിയുമെന്ന് MSCക്കും വലിയ പ്രതീക്ഷയും വിശ്വാസമുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു നിയമമാറ്റവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് സെയിലിംഗ് കമന്ററിയുടെയും ഈ നാട്ടിലെയും ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസം.